ഗൂഗിൾ പേയുടെ പിൻ മറന്നുപോയോ? വിഷമിക്കണ്ടെന്നേ, നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് റെഡിയാക്കാം. വേറെ ഒരാളുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് തന്നെ റെഡിയാക്കാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഗൂഗിൾ പേയുടെ മറന്നുപോയ പിന്നിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ഈ സ്ക്രീൻ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വലത് സൈഡിൽ മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ആ പിക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഈ പേജ് വരികയും ഇതിൽ ഈ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ബാങ്ക് അക്കൗണ്ട്സും കാണാൻ പറ്റും. നിങ്ങൾ ഒരെണ്ണം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നിലധികം ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇതിൽ ഏത് ബാങ്കിൻ്റെയാണോ നിങ്ങൾക്ക് ഈ പിൻ ചേഞ്ച് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെയൊരു സ്ക്രീനാണ് വരിക. ഇതിൽ ഈ താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫോർഗോട്ട് UPI പിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ബാങ്കിനനുസരിച്ച് ചിലപ്പോൾ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മറന്നുപോയ പിൻ മാറ്റാനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ഒന്നെങ്കിൽ ATM കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ്. എല്ലാ ബാങ്കും ആധാർ കാർഡ് വെച്ചിട്ട് പിൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ടും ഉണ്ടെങ്കിൽ നമുക്കിത് രണ്ടും വെച്ചിട്ട് ചേഞ്ച് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ചില ബാങ്കുകൾക്ക് ഇവിടെ ഈ ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേതാണോ നിങ്ങളുടെ ബാങ്ക് അതനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാണുന്ന ATM കാർഡ് ഉപയോഗിച്ചത് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ കാണുന്ന ATM എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് നമ്മളുടെ ATM കാർഡിൻ്റെ അവസാനത്തെ 6 അക്കം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ATM കാർഡിൻ്റെ അവസാനത്തെ 6 അക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATM കാർഡിൽ ഒരു നീണ്ട നമ്പർ കിടക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ മുൻവശത്ത് അതിലെ അവസാനത്തെ 6 അക്കം ഇവിടെ ഈ കാണുന്നിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എക്സ്പയേഴ്സ് എന്ന് പറഞ്ഞ് MM/YY എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളുടെ ATM കാർഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് 16/26 എന്നൊക്കെ ആയിരിക്കും. 2026 എന്നുള്ളതിൻ്റെ 26. അപ്പോൾ 16/26 28 ഒക്കെ ആയിരിക്കും കിടക്കുക. അത് ഈ കിടക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ കൊടുക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഓട്ടോമാറ്റിക്കലി ഇതിനകത്തേക്ക് വന്നോളും. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്ന് പോയി ആ OTPയുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ താഴെ ഡൺ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളോട് UPI പിൻ അടിക്കാൻ പറയും. അതായത് പുതിയ നമ്മൾക്ക് മറന്നുപോയല്ലോ, അതിനുശേഷം ഇപ്പോൾ നമുക്കൊരു പുതുതായിട്ടൊരു പിൻ വേണം. അവിടെ നിങ്ങൾ ചില ബാങ്കിന് 4 അക്കത്തിൻ്റെ ആയിരിക്കും, ചില ബാങ്കിൽ 6 അക്കത്തിൻ്റെ ആയിരിക്കും. അതേതായിരുന്നാലും നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും വീണ്ടും കൺഫേം എന്ന് പറഞ്ഞ്, അതായത് നമ്മൾ കൊടുത്തത് തെറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെയിം നമ്പർ 4 അക്ക നമ്പർ ആണെങ്കിൽ 4 അക്ക നമ്പർ, 6 അക്ക നമ്പർ ആണെങ്കിൽ 6 അക്ക നമ്പർ, ബാങ്കിനനുസരിച്ചാണ് അത് മാറുന്നത്. അത് വീണ്ടും ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. അവിടെ വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളുടെ UPI പിൻ കറക്റ്റായി ചേഞ്ചായി പുതിയ പിൻ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് ആധാർ കാർഡ് വഴിയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ കയ്യിൽ ATM ഇല്ല, നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാങ്ക് ആധാർ കാർഡ് വഴിയുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ കാർഡ് വഴിയും ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യത്തെ പേജിലേക്ക് പോവുകയാണ്. ആ പേജിൽ ചെന്നതിന് ശേഷം അവിടെ ATM അല്ലെങ്കിൽ ആധാർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആധാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ആധാർ കാർഡിൻ്റെ ആദ്യത്തെ 6 അക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്യണം. ഡെബിറ്റ് കാർഡിൻ്റെ ആണെങ്കിൽ ATM കാർഡിൻ്റെ ആണെങ്കിൽ അവസാനത്തെ 6 അക്കമായിരുന്നെങ്കിൽ ആധാർ കാർഡിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 6 അക്ക നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ 6 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും ആദ്യത്തെ പോലെ തന്നെ നമുക്കൊരു OTP വരും. ആ OTP ഓട്ടോമാറ്റിക്കലി അവിടെ വരും. വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ആദ്യത്തെ ATMൽ കണ്ടതുപോലെ തന്നെ അവിടെ നമ്മളുടെ പുതിയ UPI നമ്പർ കൊടുക്കാൻ പറയും. അപ്പോൾ വീണ്ടും നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ളൊരു നമ്പർ, 6 അക്ക നമ്പർ ആണെങ്കിൽ 6 അക്ക നമ്പർ, 4 അക്ക ആണ് ചോദിക്കുന്നതെങ്കിൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും അത് കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും ചോദിക്കും. അപ്പോൾ ആ സെയിം നമ്പർ വീണ്ടും ഒരു തവണയും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ UPI പിൻ സെറ്റായി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് കാണാൻ പറ്റും. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി ആകെ ചെയ്യേണ്ട കാര്യം ഇനി ഈ UPI നമ്പർ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക.
മറന്നുപോയാലും കുഴപ്പമില്ല, സഹായിക്കാനായി വി ആർ ഹിയർ. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഷാൻസോൺ.